സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള സുപ്രീം കോടതി തീരുമാനത്തെ രാജ്ഭവനും സർക്കാരും സ്വാഗതം ചെയ്തു. എന്നാൽ ഇതിനായി എന്ത് മാനദണ്ഡമാണ് സുപ്രീം കോടതി പരിഗണിക്കുക എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളുടെ ഭരണഘടനയാണ് പരിഗണിക്കുന്നതെങ്കിൽ സർക്കാരിനാകും സെർച്ച് കമ്മിറ്റിയിൽ മേൽക്കൈ. എന്താണ് സംഭവിക്കുക എന്ന സാധ്യത വിശദീകരിക്കുകയാണ് ഉമേഷ് ബാലകൃഷ്ണൻ. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലേക്കുള്ള സ്ഥിരം വിസി നിയമനത്തിന് വേണ്ടിയുള്ള സെർച്ച് കമ്മിറ്റി ഇനി സുപ്രീം കോടതി നിയോഗിക്കും. അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ നിയോഗിക്കാൻ സാധ്യതയുള്ള വിദഗ്ധരുടെ പട്ടിക സുപ്രീം കോടതിക്ക് കൈമാറാനായി സ്റ്റാൻഡിംഗ് കൗൺസിലിന് നൽകിയിട്ടുണ്ട്. 10 പേരുടെ പട്ടികയാണ് നൽകിയിരിക്കുന്നത്. അതിൽ നിന്ന് 4 പേരുടെ പട്ടികയായി ചുരുക്കും. ഒപ്പം രാജ്ഭവനും നൽകിയിട്ടുണ്ട്. രാജ്ഭവൻ 8 പേരുടെ വിദഗ്ധ പട്ടികയാണ് നൽകിയത്. രാജ്ഭവൻ നൽകിയ പട്ടികയിൽ രാജ്യത്തെ തന്നെ വിദഗ്ധരുടെ പട്ടികയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാനം നൽകിയിരിക്കുന്ന പട്ടികയിൽ മലയാളികളായ വിദ്യാഭ്യാസ വിദഗ്ധരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ നൽകിയിരിക്കുന്ന പട്ടിക ഇനിയും ചുരുങ്ങും. 4 പേരുടെ പട്ടികയായിരിക്കും രാജ്ഭവൻ്റേതായി ഇനി സുപ്രീം കോടതിയിൽ എത്താൻ പോകുന്നത്. ഒപ്പം സർക്കാരിൻ്റെതായും 4 പേരുടെ പട്ടികയായിരിക്കും എത്തുക. അതിൽ നിന്ന് ഒരു UGC പ്രതിനിധിയെ സുപ്രീം കോടതി നിയോഗിക്കും. ഈ രീതിയിൽ ആയിരിക്കും സെർച്ച് കമ്മിറ്റിയുടെ അന്തിമ രൂപം വരിക. പക്ഷേ അതിൽ 5 പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ 5 പേരെ അവസാനം നിയോഗിക്കുന്ന 8 പേരിൽ നിന്ന് സുപ്രീം കോടതിയാണ് സെലക്ട് ചെയ്യുന്നത്. ഒടുവിൽ സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത് 5 അംഗ പാനലായിരിക്കും. അതിൽ ഒരു UGC പ്രതിനിധി നേരിട്ട് UGC സുപ്രീം കോടതിക്ക് നൽകുന്ന ആളുടെ പേരായിരിക്കും. ബാക്കി 4 പേരെ ഏത് രീതിയിൽ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആശങ്ക. സർക്കാരിന് ചില ആശങ്കകളുണ്ട്. അതിപ്രകാരമാണ്: 2 പേരെ രാജ്ഭവൻ നൽകിയ പട്ടികയിൽ നിന്നും 2 പേരെ സർക്കാർ നൽകിയ പട്ടികയിൽ നിന്നും തിരഞ്ഞെടുക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു പ്രശ്നമുണ്ടാകും. അന്തിമമായി വരുമ്പോൾ അതിൽ 3 പേർ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ അനുകൂലികളായി മാറാൻ സാധ്യതയുണ്ട് എന്ന് സർക്കാർ സംശയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സാധാരണ സെർച്ച് കമ്മിറ്റിയിൽ നിർദ്ദേശിക്കുന്ന പേരുകൾ ആ സെർച്ച് കമ്മിറ്റിയിൽ നൽകുന്ന അഭിപ്രായങ്ങളുടെ ഭൂരിപക്ഷ അഭിപ്രായങ്ങൾ കണക്കിലെടുത്തായിരിക്കും. അതായത് 5 പേരടങ്ങുന്ന സെർച്ച് കമ്മിറ്റിയിൽ അങ്ങനെ 2 പേർ രാജ്ഭവനിൽ നിന്ന് വരുന്നവർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഭൂരിപക്ഷ അഭിപ്രായം കേന്ദ്ര സർക്കാരിന് അനുകൂലമായ അഭിപ്രായമോ BJPക്ക് അനുകൂലമായ അഭിപ്രായമോമായി മാറാൻ സാധ്യതയുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ സംശയിക്കുന്നുണ്ട്. എന്നാൽ വിദ്യാഭ്യാസ യോഗ്യത മാത്രം നോക്കി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ആർക്കാണോ വിദ്യാഭ്യാസ യോഗ്യത കൂടുതൽ, അല്ലെങ്കിൽ ഗവേഷണ PC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പരിചയ സമ്പത്തുകൾ കൂടുതൽ, അവരെയായിരിക്കും സുപ്രീം കോടതി പിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഒരു സർപ്രൈസ് ആയിരിക്കും. 4 അംഗ സെർച്ച് കമ്മിറ്റിയെ നിശ്ചയിക്കാനുള്ള മാനദണ്ഡം സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല എങ്കിലും കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതിയുടെ പരാമർശങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതാത് സർവകലാശാലകളുടെ ഭരണഘടന അനുസരിച്ചായിരിക്കും ഈ സെർച്ച് കമ്മിറ്റിയിൽ 4 അംഗങ്ങളെ സുപ്രീം കോടതി തീരുമാനിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് അതിൽ മേൽക്കൈ കിട്ടും. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാർ വിചാരിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആളുകളെ ആയിരിക്കും സ്ഥിരം VCയായി നിയമിക്കാനുള്ള പട്ടികയായി രാജ്ഭവനിലേക്ക് കൈമാറാൻ സാധ്യത. അല്ല എങ്കിൽ VCയോ VCയുമായി ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ നിശ്ചയിക്കുന്ന ആളുകൾ ഈ പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിലവിൽ BJP അനുകൂലമായ ഒരു അന്തരീക്ഷം ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്തായാലും സർക്കാർ സംശയങ്ങളുണ്ടെങ്കിലും ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഭരണഘടന അനുസൃതമായി തന്നെ ഈ സുപ്രീം കോടതി തീരുമാനമെടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിലവിൽ സംസ്ഥാന സർക്കാർ ഉള്ളത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.